സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. സ്നേഹനാഥനായ ഈശോയെ, ഈ അൽത്താരയിൽ ദിവ്യകാരുണ്യമായി തിരുവോസ്തുരൂപനായ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ലോകം മുഴുവൻ്റെയും ചൊരിയുന്ന ഈ കൃപയുടെ സമയം, നിൻ്റെ വലിയ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടാണ് കർത്താവേ ഈ നിമിഷം നിൻ്റെ മുമ്പിലായിരിക്കുക. ലോകമെമ്പാടുമുള്ള സകല ജനതകളെയും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവേ, നിൻ്റെ കാരുണ്യ കടലിൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങളുടെ പോരായ്മകളിലും ഞങ്ങളുടെ അസ്വസ്ഥതകളിലുമൊക്കെ ശക്തിയായി കരുതലായി ഞങ്ങളുടെ കൂടെയായിരിക്കും നല്ല തമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. താവന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ് ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്തു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത വിധം നീ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നു. താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ ഒന്നാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നിന്നിൽ മാത്രമേ ഞങ്ങൾക്ക് അഭയം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ, നിന്നിൽ മാത്രമേ ഞങ്ങൾക്ക് കാരുണ്യം ലഭിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ പൂർണ്ണമായി നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. പിതാവായ ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച ദൈവത്തിൻ്റെ മഹാകരുണ അത് ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ആ വലിയ മഹാകരുണ മനുഷ്യവംശത്തിലേക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ധ്യാനങ്ങളിലെല്ലാം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ച ഒരു സമവാക്യം, ദൈവത്തിൻ്റെ കരുണ സമം ഈശോ മിശിഹ. കാരണം അത്രമാത്രം പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കാരുണ്യം, മനുഷ്യവംശത്തോടുള്ള കാരുണ്യം, അത് ലോകത്തിന് ലഭിച്ചത്, ഓരോ മനുഷ്യവംശത്തിനും ലഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്, പുത്രനായ യേശുക്രിസ്തുവിലൂടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു. ഏകദേശം 34ഓളം അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചതായ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുകയും എടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അതിലൂടെ ഈശോ വ്യക്തമാക്കുക. ഒന്ന്, തൻ്റെ പിതാവായ ദൈവത്തിന് നൽകേണ്ടതായിട്ടുള്ള മഹത്വം. ഈശോ ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തികളിലും തൻ്റെ സ്വന്തം പേരും പെരുമയും പ്രശസ്തിയും എന്നതിനേക്കാൾ ഉപരിയായിട്ട്, അതിനേക്കാൾ പ്രാധാന്യം ഈശോ കൊടുത്തത് പിതാവായ ദൈവത്തിന് മഹത്വം നൽകുക എന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പിതാവായ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറവേറണം. ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ
ഭക്ഷണമെന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതാണ്. അത്രമാത്രം ഒരു വലിയ ഒരു പ്രതിബദ്ധതയോടെ പിതാവും പുത്രനും തമ്മിലുള്ള ആഴമായ ബന്ധം നമ്മളെ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈശോയുടെ ജീവിതകാലത്തെ അത്ഭുതങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ തൻ്റെ പ്രവർത്തികളിലൂടെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈശോ മനുഷ്യനായിട്ട് അവതരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ പരമയമായിട്ടാണ്. മനുഷ്യവംശത്തോട് ഇത്രമാത്രം ദൈവം കരുണ കാണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്ന പിതാവായ ദൈവം. ആ ഒരു സ്നേഹത്തിൻ്റെ പാരമ്യം മനുഷ്യാവതാരത്തിൽ നമ്മൾ കാണുമ്പോൾ ഈശോ നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ജനം കഷ്ടതയിലും വേദനയിലും നൊമ്പരത്തിലുമൊക്കെ കടന്നു പോവുകയാണ്. അവർക്കൊരു വലിയ ആശ്വാസമായി, അവർക്കൊരു വലിയ സ്പർശമായാണ് ഈശോയുടെ ഓരോ അത്ഭുതങ്ങളും. ആളുകളുടെ വേദനകളും നൊമ്പരങ്ങളും അകറ്റുവാൻ അനുകമ്പയോടെ അവരെ കടാക്ഷിക്കുന്ന ഈശോയെ നമ്മൾ വചനത്തിൽ കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല അത്ഭുതങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മളെപ്പോഴും കാണുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈശോ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈശോ, അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് കൊടുത്ത് അവരുടെ വേദനയിലും നൊമ്പരത്തിലുമൊക്കെ അവരെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു വലിയ മനോഭാവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിന്ന് പ്രത്യേകമായി ഈ ആരാധനയുടെ സമയം ദൈവകരുണയുടെ ഓരോ ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ ഈശോയുടെ അടുക്കൽ ആ ഒരു വലിയ ആശ്വാസത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് കടന്നു വരുന്നുണ്ട്. അത്രമാത്രം തിക്കും തിരക്കുമുള്ളിടത്ത് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്നുള്ള ആഴമായ വിശ്വാസം. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ആളുകൾ ചിലപ്പോൾ ഓടിച്ചു വിടാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിലൊന്നും തളരാതെ ഏറ്റവും ധീരതയോടെ ആ ജനത്തിരക്കിനിടയ്ക്കൂടെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടാനായിട്ട് കടന്നു വരുന്ന രക്തസ്രാവക്കാരി സ്ത്രീ. ഈശോ പറയുന്നുണ്ട്, എന്നെ ആരോ സ്പർശിച്ചു, എന്നെ ആരോ സ്പർശിച്ചു. അവിടെ അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, ഇത്രമാത്രം ആളുകൾ നിൻ്റെ ചുറ്റും കൂടെയുണ്ട്, എന്നിട്ട് നീ പറയുകയാണ് നിന്നെ ആരോ സ്പർശിച്ചു. അപ്പോൾ ഈശോ പറയുന്നത്, എന്നെ ആരോ സ്പർശിച്ചു എന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസത്തോടെ എന്നെ തൊട്ടാൽ നീ സൗഖ്യം പ്രാപിക്കും, നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അതാണ് അവിടെ നമ്മൾ ആ ഒരു രോഗശാന്തിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അൾത്താരയിൽ ശക്തനായ, സർവാധിപനായ, സർവശക്തനായ ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിനെ നോക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആവശ്യമായ വലിയ കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ കർത്താവിൽ നിന്ന് മേടിച്ചെടുക്കുവാൻ നമുക്ക് ഈ ഒരു നിമിഷം പ്രത്യേകം ഉപയോഗിക്കാം. കർത്താവിൻ്റെ കാരുണ്യം ഈ നിമിഷം പ്രത്യേകം യാചിക്കും. ലോകമെമ്പാടുമുള്ള സകലരിലേക്കും കർത്താവെ നിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്തസ്രാവക്കാരിയും അന്ധനായ യാചകനുമൊക്കെ പ്രാർത്ഥിച്ചതുപോലെ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ ജീവിതത്തിൽ കനിയണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ ആ ഒരു വലിയ സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കുവാനും അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ, തീക്ഷ്ണതയോടെ നിൻ്റെ കരുണയുടെ മുഖങ്ങളായി വ്യാപരിക്കുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിക്കാം.
എന്തുമാത്രം ദൈവത്തിൻ്റെ കരുണയുടെ കീഴിലായിരിക്കുന്നുവോ അത്രമാത്രം വലിയ സന്തോഷം, ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ വലിയ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു കരുത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് അനുതാപത്തോടെ, ദൈവത്തോട്, ദൈവസ്നേഹത്തോട്, ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാകണം. ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കും. പാപികളുടെ കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും ഈശോയുടെ ആ വലിയ സ്നേഹവും കാരുണ്യവും തിരിച്ചറിയുവാനും ഈശോയിലേക്ക് അടുക്കുവാനും കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സഹായകമാകട്ടെ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹമില്ലാതെ, കാരുണ്യമില്ലാതെ, സഹകരണ മനോഭാവവും മനസ്സിലാക്കലും ഒന്നുമില്ലാതെ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ അങ്ങ് ഓർക്കണമേ. അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കുടുംബത്തിലെ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളാണ്, ജോലി മേഖലകളിലെ തടസ്സങ്ങളാണ്, പഠന മേഖലകളിലെ തടസ്സങ്ങളാണ്, സാമ്പത്തികമായും ഉണ്ടാകുന്ന പല ഞെരുക്കങ്ങളായിരിക്കും, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാണ്, മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കും. കർത്താവ്, ഇതെല്ലാം നിൻ്റെ വലിയ കരുണയുടെ കടലിൽ ഞങ്ങൾ നൽകുന്നു. കർത്താവേ, നിൻ്റെ വലിയ കൃപാവരത്താൽ, ശക്തിയേറിയ കൃപാവരത്താൽ നിറച്ച് കാരുണ്യം ചൊരിഞ്ഞ് കഴുകി വിശുദ്ധീകരിക്കണമേ, ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ആരിലും ആശ്രയം വെച്ചിട്ട് കാര്യമില്ല, നിന്നിൽ മാത്രമല്ലാതെ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.